ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എജു ആപ്ലിക്കേഷനിൽ നിന്നും എങ്ങനെ ലാഭത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാമെന്നുള്ളതാണ്. അപ്പോൾ എജു ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ ഓരോ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ഓരോ പ്രോഡക്റ്റിന്റെ അണ്ടറിൽ ഒരു റേറ്റ് വന്നിട്ടുണ്ട്. അതിന്റെ അണ്ടറിൽ ഒരു ബോക്സിൽ അതിന്റെ തന്നെ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ പ്രോഡക്റ്റ് എങ്ങനെ ആ ഏറ്റവും ചെറിയ ഡിസ്കൗണ്ടഡ് പ്രോഡക്റ്റിൽ വാങ്ങിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഓവർ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ എജോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഹോം പേജിലേക്ക് വരും. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടതെന്ന് വെച്ചാൽ സെർച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളൊരു പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി വിഷ് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു കുർത്തി ഞാൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഡബ്ല്യു എന്ന ബ്രാൻഡിൻ്റെ ഒരു കുർത്തിയാണ്. സോ അതിൻ്റെ പ്രൈസ് കാണിക്കുന്നത് 1100 ആണ്. അതിൻ്റെ താഴെ ഈ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്താൽ ഓഫർ പ്രൈസിന് അത് 748 റുപ്പീസിന് നമുക്ക് കിട്ടും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അതിന് ആദ്യം നമ്മുടെ ഈ പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എടുത്ത് കാർട്ടിലേക്ക് വെക്കാം. അപ്പോൾ ആഡ് ടു ബാഗ് കൊടുത്തിട്ട് അപ്പോൾ അത് കാർട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അറിയാം ബൂം എന്ന കൂപ്പൺ കോഡ് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് 748 കിട്ടണമെങ്കിൽ ഈ ബൂം എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ 1990 പർച്ചേസ് ചെയ്യണം. സോ ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഒരു 890 റുപ്പീസിനും കൂടെ നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ ഈ കൂപ്പൺ കോഡ് അപ്ലൈ ആകുള്ളൂ. അത് ഏത് പ്രോഡക്റ്റുകളിൽ നിന്നാണ് ആ 890 പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ ഇവിടെ വ്യൂ ഓൾ പ്രോഡക്ട്സിൽ ക്ലിക്ക് ചെയ്യാം. വ്യൂ ഓൾ പ്രോഡക്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിനി വരുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഈ ബൂം എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ആകുന്ന പ്രോഡക്റ്റുകളാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം നമുക്ക് വേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 890 റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇതിൽ സ്ക്രോൾ ചെയ്ത് തന്നെ ഏതാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഫിൽറ്റർ എന്ന ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ പ്രൈസ് റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. 890 ആയത് കാരണം ഞാനിവിടെ 500 to 1000 എന്ന ഫിൽറ്റർ സെലക്ട് ചെയ്യുന്നു. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു പ്രൈസ് റേഞ്ച് ഇതിൽ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു 890 മിനിമം വാല്യൂ, മാക്സിമം ഒരു 950 കൊടുക്കാം. ഡൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ആ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. അപ്ലൈ ഫിൽറ്റർ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു പ്രോഡക്റ്റ് 900 റുപ്പീസ്, 950, 933 ഒക്കെ പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഈ ഒരു ദുപ്പട്ട ഞാൻ സെലക്ട് ചെയ്യണം. ഇതെനിക്ക് ആവശ്യമില്ല, എന്നാലും ഞാൻ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത്, ദുപ്പട്ട ആയതുകൊണ്ട് സൈസ് കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് അത് ഞാൻ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഒരു കൂപ്പൺ കോഡും അപ്ലൈ ആവില്ല, നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് കാരണം ഇനി ഇവിടെ അപ്ലൈ കൂപ്പൺ എന്ന ഓപ്ഷൻ എടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് ബൂം എന്ന കൂപ്പൺ കോഡ്. അപ്പോൾ അത് അപ്ലൈ കൂപ്പൺ കൊടുക്കുക. സോ ബൂം എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ആയിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 748 ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ദുപ്പട്ടയുടെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്, അത് 612 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ്ലി പോയിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൺവീനിയൻസ് ഫീ വരുന്നുണ്ട് ഒരു 19 റുപ്പീസാണ്. നമുക്കിതിൽ ഡെലിവറി ഫീ വരില്ല, കാരണം 1199 എബവ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ഫീ വരുന്നില്ല. പ്ലാറ്റ്ഫോം ഫീ ഏത് പർച്ചേസിൻ്റെ കൂടെയും ഉണ്ടാകും. 19 റുപ്പീസ് പ്ലാറ്റ്ഫോം ഫീ ഉണ്ടാകും. അത് എത്ര വലിയ ഓർഡർ ചെയ്താലും 19 റുപ്പീസ് വിൽ ബി ദേ. അപ്പോൾ ഇനി നമുക്ക് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ചെയ്യാം. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിൽ വേരിയസ് ഓപ്ഷൻസ് ഉണ്ട്. UPI ഉണ്ട്, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, വാലറ്റ് ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഇനി ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണ് സെലക്ട് ചെയ്യുന്നത് എന്നെങ്കിൽ 29 റുപ്പീസ് എക്സ്ട്രാ ചാർജ് ആവും. അപ്പോൾ ടോട്ടലി നമുക്കൊരു 19 റുപ്പീസ് പ്ലസ് 29 റുപ്പീസ് എക്സ്ട്രാ ആകും. ഈ ഒരു 748 എന്ന എമൗണ്ടിനേക്കാളും ഇത്രയും റുപ്പീസ് തന്നെ എക്സ്ട്രാ ആകും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി തന്നെ കൊടുക്കുകയാണ്. ഇപ്പോൾ UPI നെറ്റ് ബാങ്കിങ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 29 റുപ്പീസ് ഫെയ്ഡ് ആകും, അതുണ്ടാവില്ല. 19 റുപ്പീസ് മാത്രമേ എക്സ്ട്രാ ആയിട്ട് പേയ്മെൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ പ്ലേസ് ഓർഡർ കൊടുക്കുകയാണ്. ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. യെസ്. ഇനി നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ ഷോപ്പിംഗ് അല്ലെങ്കിൽ ബാക്ക് പോകുമ്പോഴത്തേനും ഹോം പേജിലേക്കാണ് പോകുന്നത്. ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ദുപ്പട്ട നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഡേഴ്സ് സെലക്ട് ചെയ്ത് അക്കൗണ്ട് എന്നതിന് ഉള്ളിൽ ഓർഡേഴ്സ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഓർഡേഴ്സിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ദുപ്പട്ട ആൻഡ് കുർത്തി ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമില്ലാത്തത് ഏതാണോ അത് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ദുപ്പട്ട സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്യാൻസൽ പ്രോഡക്റ്റ് കൊടുക്കാം. ക്യാൻസൽ ദ പ്രോഡക്റ്റ്, റീസണും കൊടുക്കാം. അങ്ങനെ ദുപ്പട്ട ക്യാൻസൽ ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ബാക്ക് വരുമ്പോഴത്തേനും നമുക്ക് കാണാം ഈ ഒരു ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫീസ് ഇവിടെ കാണിക്കുന്നത് 772 റുപ്പീസാണ്. അത് എങ്ങനെ വന്നു എന്നുള്ളത്, ഇത് 748 റുപ്പീസിനായിരുന്നു അവിടെ കിടന്നിരുന്നത്. കൺവീനിയൻസ് ഫീ ആയിട്ട് ഒരു 24 റുപ്പീസ് വന്നിട്ടുണ്ട്. ഈ 24 റുപ്പീസ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറയുന്നത് 19 റുപ്പീസാണ്. അപ്പോൾ അതിനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മളിപ്പോൾ 2 പ്രോഡക്റ്റാണ് ഓർഡർ ചെയ്തത്, അപ്പോൾ അത് ഹാഫ് ആകുമ്പോൾ 9.5 റുപ്പീസ് ഒരെണ്ണത്തിന് വരും. ക്യാഷ് ഓൺ ഡെലിവറിയും സെയിം ആയിട്ട് തന്നെ 29 റുപ്പീസ് ആയിരുന്നു. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 14.5 റുപ്പീസ് വെച്ച് ഈച്ച് ഐറ്റത്തിന് ചാർജ് ആവും. ഓക്കെ കൊടുക്കുക. സോ ഇത് 772 റുപ്പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു 14 റുപ്പീസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫെയ്ഡ് ആയി കിട്ടും. ബാക്കി 19 റുപ്പീസിൻ്റെ 9.5 റുപ്പീസ് എന്തായാലും പേയ്മെൻറ്റ് വരുന്നതാണ്. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ഡിസ്കൗണ്ടിൽ വാങ്ങിക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള കൂപ്പൺ കോഡിൽ വരുന്ന പ്രോഡക്റ്റ് അത്രയും എമൗണ്ടിന് തന്നെ പർച്ചേസ് ചെയ്യുക. എന്നിട്ട് പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് മാത്രം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടിയിരുന്നത് അത് നമുക്ക് ഓഫർ പ്രൈസിന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ.